മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. മാസങ്ങളായി ജനവാസ മേഖലയിൽ പുലി വിഹരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ വനമന്ത്രിക്ക് നിവേദനം കൊടുത്തു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിപിൻ. ഗുഡ് മോർണിംഗ് SKN. മണ്ണാർമലയിൽ വീണ്ടും തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. അവിടെ ഇപ്പോൾ ഇന്നലെ തന്നെ വനം വകുപ്പിന്റെ മന്ത്രിയെ നേരിട്ട് കണ്ട് ആ നാട്ടുകാർ പരാതി ഉന്നയിച്ചതാണ്. അവർ നിവേദനം നൽകുകയും ചെയ്തു. ഈ പുലിയെ പിടിക്കാൻ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് ആവശ്യം. ഇതേ തുടർന്ന് DFOയെ ബന്ധപ്പെടുകയും അവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൂട് നാട്ടുകാർ പറയുന്ന, അതായത് ഈ പുലി നിരന്തരമായി പുലിയെ കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പുലർച്ചെ ഇതാ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നു. വളരെ ശൗര്യത്തോടെയുള്ള, വളരെ ഉശിരിയുള്ള ഒരു പുലിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇതിനു മുൻപ് ക്യാമറയിൽ പതിഞ്ഞ പുലി മറ്റൊരു പുലിയാണ്, അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് 2 പുലിയുണ്ട് എന്നുള്ള ആശങ്കയൊക്കെ നിൽക്കുകയാണ്. ജനവാസ മേഖലയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ തുടർച്ചയായി ഈ മണ്ണാർമലയിലെ പുലി എന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വനംവകുപ്പ് മാത്രം അതിനെ പിടികൂടുന്നതിന് മറ്റെന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നതായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രക്ഷോഭം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പുലി ആ ക്യാമറയിലൂടെ തൊട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ക്യാമറയിൽ വീണ്ടും പുലിയെ കണ്ടിരിക്കുന്നത്. തീർത്തും ജനവാസ മേഖലയാണ്. 100 കണക്കിന് നാട്ടുകാർ പോകുന്ന റോഡിൽ ഇതാ പുലി എന്നുള്ളത് നമ്മൾ നിരന്തരമായി വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പക്ഷേ എന്നിട്ടും അത് കാര്യക്ഷമമായ ഒരു നടപടി വരുന്നില്ല. SKN. താങ്ക് യു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.